Once again, welcome back to KCS Open University. KCS Open യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 31-ാം തീയതിയാണ്. സോ ഒരുപാട് കുട്ടികളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ഓരോ വീഡിയോസിലൂടെ നൽകിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് MCOMന്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ MCOMന്റെ 4 സെമസ്റ്ററിൻ്റെയും സിലബസ് ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCOM ഈ 3 കോഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ കൊടുത്ത എല്ലാ കോഴ്സസിൻ്റെയും റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് അഡ്മിഷൻ സപ്പോർട്ട് വേണമെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് മാസ്റ്റർ ഓഫ് കോമേഴ്സ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. പ്രോഗ്രാം സിലബസ് നമുക്കറിയാം 4 സെമസ്റ്ററുകളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള. സോ അതിൽ ഓരോ സെമസ്റ്ററിൻ്റെയും ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഷോർട്ട് ഫോമുകൾ പറയുന്നുണ്ട്. ഡിസിപ്ലിൻ കോർ കോഴ്സ്, ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ്. നിങ്ങൾക്ക് ഡെസർട്ടേഷൻ പ്രോജക്റ്റ് ഉള്ളതാണ്. കാലിക്കറ്റ് പോലെയല്ല. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് അല്ലേ. പിന്നെ ക്രോസ് ബോർഡർ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിൻ കാര്യങ്ങളിലോട്ട് കിടക്കാം നമുക്ക്. സോ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ഡീറ്റെയിൽസ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് ആദ്യത്തെ റിസർച്ച് മെത്തഡോളജി പേപ്പറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. നല്ല ഡെപ്തിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു പേപ്പർ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇതിന് ശേഷം നിങ്ങൾ നെറ്റ് കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നെറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ, അതുമാത്രമല്ല PSC എക്സാംസ് കോമേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഏത് വന്നാലും ഏറ്റവും നല്ല പോസ്റ്റിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ദെൻ നെക്സ്റ്റ് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ തന്നെയുള്ളതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ്. ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ബിസിനസ് അനലറ്റിക്സ്, ഇതൊക്കെ പുതിയ ഏരിയാസ് കവർ ചെയ്തിട്ടുള്ളതാണ്. ദെൻ പ്രാക്ടിക്കൽ ടാക്സേഷൻ, GST കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഇതാണ് 5 പേപ്പർ വരുന്നത് ആദ്യത്തെ സെമസ്റ്ററിൽ. നമുക്കതിന് ശേഷം ഇതിൻ്റെ ഓരോന്നിൻ്റെയും സിലബസ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് ആദ്യത്തെ പേപ്പർ ബിസിനസ് ആൻഡ് സൈബർ ലോ ആണ്. ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് മറ്റൊരു പേപ്പർ വരുന്നത്. QT പേപ്പറാണ് നമുക്കതിൽ പ്രോബ്ലം. ദെൻ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ പുതിയ ചേഞ്ചസ് വന്നിട്ടുള്ളതാണ്. ശരിക്കും കാലിക്കറ്റിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറയണതല്ല, മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ മേ ബി എനി ഡിഗ്രി ഹോൾഡേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം. നേരെ മറിച്ച് നമ്മൾ കാലിക്കറ്റിൽ പോവുകയാണെങ്കിൽ ശരിക്കും ഞാൻ പറയും അതാണ് ഏറ്റവും ബെസ്റ്റ് സിലബസ് എന്ന്. കാരണം അവിടെ നമുക്ക് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാനുണ്ട്. നെറ്റ് പ്രിപ്പറേഷനൊക്കെ പോകുന്ന കുട്ടികൾക്ക് അതുകൊണ്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആവാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ദെൻ തേർഡ് സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ കോർ കോഴ്സ് വരുന്നത് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ് വരുന്നത് ഇവിടെയാണ്. ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കുള്ളതും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനും സെപ്പറേറ്റ് ആണ്. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഫിനാൻസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഫ്യൂച്ചറിലാണെങ്കിലും സ്കോപ്പ് ആവട്ടെ, ജോലി സാധ്യതയാവട്ടെ, എല്ലാം കൊണ്ടും ഏറ്റവും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ലത് ഫിനാൻസ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ഇരിക്കും അതിൽ ഫിനാൻസിന് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നിങ്ങൾ ഫിനാൻസ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഏറ്റവും യൂസ്ഫുൾ ആവുള്ള സ്കോപ്പും. മാർക്കറ്റിങ്ങിന് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ മാർക്കറ്റിംഗ് ആണ്. ദെൻ ഫിനാൻസിന് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ശരിക്കും ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. കാലിക്കറ്റിലൊക്കെ ഇത് ആദ്യത്തെ സെമസ്റ്ററുകളിൽ വരുന്നതാണ്. മാർക്കറ്റിങ്ങിന് സർവീസ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗ്, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് മറ്റൊരു പേപ്പർ. ഇനി 4 സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ലാസ്റ്റ് സെമസ്റ്റർ മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ഒരു പേപ്പർ, പിന്നെ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ലോ ആൻഡ് പ്രാക്ടീസ്,
ഫിനാൻസുള്ളവർക്ക് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ഉള്ളവർക്ക് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് പ്രാക്ടീസ്, ദെൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, പിന്നെ ലാസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് വിത്ത് വൈവ. ഇതാണ് 4 സെമസ്റ്റർ. ഇനി ക്രോസ് ബോർഡർ ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും നമ്മുടെ ഡിസിപ്ലിൻ അല്ലാണ്ട് മറ്റൊരു ഡിസിപ്ലിൻ എടുക്കാൻ വേണ്ടിയിട്ട് അറബിക് ഫോർ ഓൾ, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, ജനറൽ ഇക്കണോമിക്സ്, റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ്, ബിഗിനേഴ്സ് ഇൻ ഇന്ത്യ, ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. സംസ്കൃതി മലയാളത്തിൻ്റെ ഒക്കെ ഉണ്ട്. അത് പിന്നെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വാല്യുവേഷൻ വരുന്നത് ഇൻറ്റേർണൽ 30ഉം എക്സ്റ്റേണൽ 70 ആണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. 30% ഇൻറ്റേർണലാണ്. നിങ്ങൾക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ആ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ റിസർച്ച് മെത്തഡോളജിയാണ്. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണെന്നുള്ളത്. സോ ഇതിൽ ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് ബേസിക്സ് ആണ്. കൺസെപ്റ്റ്, റിസർച്ച് പ്രോസസ്സ്, റിസർച്ച് ഡിസൈൻ, റിസർച്ച് പ്രപ്പോസൽ, ദെൻ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സൈസ് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ കുറേയൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. ദെൻ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിൽ, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷൻ, റിപ്പോർട്ട് റൈറ്റിംഗ് വരെ. അപ്പോൾ ഇത് എന്താണ് ഫ്യൂച്ചറിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, സബ്ജക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും. എത്തിക്സ് പഠിക്കാനുണ്ട്, പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ബിസിനസ് എത്തിക്സ് ഫസ്റ്റ് ബ്ലോക്ക്, ബിസിനസ് എത്തിക്സ്, തിയറീസ് ഓഫ് എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എത്തിക്സ് ആണ് മറ്റൊരു കാര്യം വരുന്നത്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ്, CSR, നോളജ് മാനേജ്മെൻറ്റ് ലാസ്റ്റ്. ഇതാണ് മറ്റൊരു സബ്ജക്റ്റ്. ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആണ് നമുക്ക് മൂന്നാമത് വരുന്നത്. അതിൽ ലീഗൽ എൻവയോൺമെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ എൻവയോൺമെൻ്റ് ആണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പിന്നെ കൊമേഴ്ഷ്യൽ ലോസ് ആൻഡ് റെഗുലേഷൻ ഇൻ ഇന്ത്യ, കോമ്പറ്റീഷൻ ആക്ട്, IT ആക്ട്, ഇതൊക്കെയാണ് അവിടെ. ലോ റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അങ്ങനെ ലോ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദെൻ പിന്നെ ബിസിനസ് അനലറ്റിക്സ് ആണ് മറ്റൊരു സബ്ജക്റ്റ് വരുന്നത്. അതിൽ ബിസിനസ് എൻ്റർപ്രൈസ് അനലറ്റിക്സ്, ERP, CRM അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിങ്, ഡിജിറ്റൽ ഡാറ്റ, DSS, MIS, ശരിക്കും പറഞ്ഞാൽ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡാറ്റ മോഡലിംഗ്, ഡാറ്റ വെയർഹൗസ്, ഡാറ്റ മോഡലിംഗ്, എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. അപ്പോൾ കുറച്ചും കൂടിയും എന്താണ് ഈ IT റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു സബ്ജക്റ്റാണത്. ഇനി ലാസ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു പേപ്പർ പ്രാക്ടിക്കൽ ടാക്സേഷൻ ആണ്. അതിൽ അക്കൗണ്ടിങ് ഫോർ GSTയുടെ അക്കൗണ്ടിങ് ഫോർ GST ആണ്. ദെൻ അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങളാണ്. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST, ദെൻ ഫയലിംഗ് ഓഫ് GST റിട്ടേൺസ്, ദെൻ അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ്, ഇതിൻ്റെ അക്കൗണ്ടിങ് TDS, TCS, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇതാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പെട്ടെന്ന് കിടക്കുകയാണെങ്കിൽ ബിസിനസ് ആൻഡ് സൈബർ ലോസ് ആണ് ആദ്യത്തെ സബ്ജക്റ്റ് വരുന്നത്. ക്വിക്കായിട്ട് പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി ഓരോ സെമസ്റ്ററിൻ്റെ ചെയ്യുമ്പോൾ ഡെപ്തിൽ പറയാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. സോ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ്, ബിസിനസ് ടെക്നോളജീസ്, സൈബർ സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ്, സൈബർ റെഗുലേഷൻ. സോ ഇതിലാദ്യം ബിസിനസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏറ്റവും ഏറ്റവും പുതിയ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാനുണ്ട്. ബിസിനസ് ടെക്നോളജീസ്, സൈബർ സെക്യൂരിറ്റീസ് ഒക്കെ പുതിയ കാര്യങ്ങളാണ്. സൈബർ റെഗുലേഷൻസ് ഒക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണത്. പിന്നെ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മറ്റൊരു പേപ്പർ. അവിടെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഗ്ലോബൽ ബിസിനസ്, മോഡ് ഓഫ് എൻട്രി, ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, FDI, റീജിയണൽ WTO, ഇതൊക്കെ. അപ്പോൾ അതാണ് മറ്റൊരു സബ്ജക്റ്റ്. ദെൻ QT പേപ്പർ, പ്രോബ്ലം പേപ്പറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ,
നമുക്ക് 4 ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. പിന്നെ ടെസ്റ്റുകൾ, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, കോറിലേഷൻ റിഗ്രഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. പിന്നെ സൂപ്പർ പേപ്പറാണ് പ്രോബ്ലം പേപ്പർ. ദെൻ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മറ്റൊരു സബ്ജക്റ്റ്. ഏറ്റവും എൻവയോൺമെൻറ്റ് അനാലിസിസിനെ പറ്റിയിട്ട്, സ്ട്രാറ്റജിക് ഡിസിഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് കാപ്പബിലിറ്റി, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ. ഞാൻ ഈ ഒരു പേപ്പറും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ദെൻ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പുതിയതായിട്ട്. എങ്ങനെയാണ് റിസർച്ച് റൈറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് റിസർച്ച് ഒക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. സിലബസ്, റൈറ്റിംഗ് ഫോമാറ്റ്സ്, ഓക്കെ, ഇത് പുതിയ കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് അത് അങ്ങനത്തെ ഒരു പേപ്പർ ഇട്ടത് നന്നായി. ഇനി തേർഡ് സെമസ്റ്ററാണ് നെക്സ്റ്റ് വരുന്നത്. അതിലാദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് കേട്ടോ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബയാസസ്, അസറ്റ് അലോക്കേഷൻ പ്രോബ്ലം വരുന്നുണ്ട്, മെഷർമെൻറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക്, പോർട്ട്ഫോളിയോ അനാലിസിസ്, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ പ്രോബ്ലംസും തിയറിയും, പോർട്ട്ഫോളിയോ വാല്യുവേഷൻ ആൻഡ് റിവിഷൻ. ബികോം നിങ്ങൾ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രോബ്ലം പേപ്പർ. ഇൻകം ടാക്സ്, ടാക്സ് പ്ലാനിങ് എന്താണ്, ടാക്സ് മാനേജ്മെൻറ്റ്, ദെൻ അതിൻ്റെ അസസ്മെൻറ്റ്, ഇൻഡിവിജ്വലിൻ്റെയും ഫേമിൻ്റെ ഒക്കെ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്, ടാക്സ് ലയബിലിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, ഇതിൻ്റെ ഒക്കെ വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് സിലബസ്. ദെൻ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമുക്ക് പ്രോബ്ലം പേപ്പറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഹോൾഡിംഗ് കമ്പനി ലിക്വിഡേഷൻ, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ലിക്വിഡേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി, HR അക്കൗണ്ടിങ്. ദെൻ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതും എന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. കോസ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഫോർ ഡിസിഷൻ മേക്കിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വാരിയൻസ് അനാലിസിസ്, ദെൻ ABC, ട്രാൻസ്ഫർ പ്രൈസിങ് ആപ്ലിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി സെപ്പറേറ്റ് വീഡിയോ ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഏതൊക്കെയാണ് സിലബസ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയണമെന്ന് മാത്രം. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് വളരെ നല്ലൊരു പേപ്പറാണ്. പിന്നെ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ മാർക്കറ്റിംഗ് ആണ് സബ്ജക്റ്റ്. ഞാൻ പറയണു ഫിനാൻസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഫിനാൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുള്ളൂ. നെറ്റ് എക്സാം ആവട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ. അപ്പോൾ ആവശ്യമുള്ള പഠിക്കില്ല നല്ലത്. അഗ്രി, ബിസിനസ് പോളിസി, ഈ സംഭവമൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കോപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. മാർക്കറ്റിങ്ങിൻ്റെ ഏരിയയിൽ MCOM, MBA മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിലുള്ള സ്കോപ്പ് അല്ല ഇവിടെ. MCOM ഫിനാൻസ് നോക്കുമ്പോൾ തന്നെയാണ് കുറച്ചുകൂടി സ്കോപ്പ് വരുന്നത്. ദെൻ സർവീസസ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മറ്റൊരു മാർക്കറ്റിംഗ് പേപ്പർ കേട്ടോ. മാർക്കറ്റിംഗ് ആൻഡ് സെഗ്മെൻറ്റേഷൻ ഓഫ് സർവീസസ്, മാർക്കറ്റിങ്ങിന് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഞാനത് പറയാൻ കാരണം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, നെറ്റ് എക്സാം ഏതോ ആവട്ടെ, അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫിനാൻസിൻ്റെ ഏരിയയിലുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഇവിടെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്കാണ് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് മറ്റൊരു പേപ്പർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. IPO, ട്രേഡിംഗ് മെക്കാനിസം, അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. ഡെറിവേറ്റീവ് മാർക്കറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ദെൻ 4th സെമസ്റ്ററാണ് ലാസ്റ്റ് വരുന്നത്. അതിലാദ്യത്തെ മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, ഓപ്പറേഷൻ റിസർച്ച് സൂപ്പർ പേപ്പറാണ്. ORൻ്റെ ടെക്നിക്ക്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പേപ്പറാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെൻറ്റ്, ബാലൻസ്ഡ് അൺബാലൻസ്ഡ്, ദെൻ ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഒരു ടോപ്പിക്. ദെൻ നെക്സ്റ്റ് വരുന്നത് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് പ്രാക്ടീസ്, ലോ ആൻഡ് പ്രാക്ടീസ്. GST വളരെ ഇൻഡയറക്റ്റ് ടാക്സേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഉണ്ട് കേട്ടോ. GST, ദെൻ കസ്റ്റംസ് ലോനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേപ്പർ. ഫ്യൂച്ചറിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആൻഡ് കോസ്റ്റ് ക്യാപിറ്റൽ, ഫുള്ള് നല്ലൊരു പേപ്പറാണ്.
നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സബ്ജക്റ്റ്. ദെൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആൻഡ് പ്രാക്ടീസ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ്, ഗ്ലോബൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ്, തിയറി ഏരിയാസ് അവിടെ വരുന്നു. ദെൻ കോമൺ പേപ്പറാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതും നമുക്ക് ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. ഓൺട്രപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്സ്, ഫോംസ് ഓഫ് ബിസിനസ് ഓണർഷിപ്പ്, നല്ലൊരു സബ്ജക്റ്റാണ് കേട്ടോ. ദെൻ ലാസ്റ്റ് ഡെസർട്ടേഷൻ, പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് വൈവ. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ പ്രിപ്പറേഷൻ, വൈവ, മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കരിക്കുലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പ്രൊജക്റ്റ്. സോ ദാറ്റ് പിന്നെ ക്രോസ് ബോർഡർ കോഴ്സസ് ആണ്. അതിലിപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും മലയാളം അടക്കമുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇഷ്ടം എങ്കിൽ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ക്രോസ് ബോർഡർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു ഇതെടുക്കാം. ദെൻ ഇനി താഴെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് വരാമെന്നുള്ളത്. സെക്ഷൻ എ 5x2 70 മാർക്സ് ആണ് നമുക്ക്, 10 മാർക്ക്. ദെൻ 6x5 30 മാർക്സ്, പിന്നെ 2x5 essay 15. അങ്ങനെ 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങൾ എഴുതേണ്ടത്. ഇനി 5 അതാണ് ഫസ്റ്റ് പാർട്ട്. ദെൻ ഇനി 6, ദെൻ ഇനി 2. ഇതാണ് കേട്ടോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളിനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് എംകോമിൻ്റെ സിലബസ് ഒരു ഓവറോൾ. ഇനി ഓരോ സെമസ്റ്ററിൻ്റെയും സെപ്പറേറ്റ് സിലബസ് ഡീറ്റെയിൽസ്, ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം നിങ്ങളുടെ ആരംഭിക്കാം. ലാസ്റ്റ് മൊമെൻറ്റിലേക്കൊന്നും വെക്കരുത്. അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. ദെൻ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിൻ്റെ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞു. കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാനും സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.